കേരള സാമ്പത്തിക പ്രതിസന്ധി എന്ന എൻ്റെ പുസ്തകത്തിൻ്റെ 21-ാമത്തെ പേജ് പരിചയപ്പെടുത്തുകയാണ്. രാഷ്ട്രീയ ഭരണമേഖലയിലുള്ളവരും സംഘടനാ രംഗത്തുള്ളവരും അവരുടെ സ്വന്തക്കാരെയും ബന്ധുക്കളെയും വിവിധ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ പലവിധ മാർഗത്തിലൂടെ നിയമിക്കുന്നു. സ്വന്തക്കാരായവരെയും ബന്ധുക്കളായവരെയും വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ആറക്ക ശമ്പളത്തിലോ അതിലധികമോ ആയി നിയമിച്ച് നമ്മുടെ സൊസൈറ്റിയിൽ നിലനിൽക്കുന്ന പുരോഗമനപരമായ പ്രവർത്തനങ്ങളെ അട്ടിമറിക്കാൻ രാഷ്ട്രീയ ഭരണമേഖലയിൽ തുനിയുന്നവർ അത്ര നല്ല കാര്യമല്ല. സംസ്ഥാന മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിൽ ആവശ്യത്തിനും അനാവശ്യത്തിനും സ്വന്തക്കാരെയും ബന്ധുക്കാരെയും നിയമിച്ച് 2 വർഷം പൂർത്തിയാക്കുന്നവർക്ക് പെൻഷൻ നൽകുന്നതും നമ്മുടെ സംസ്ഥാനത്ത് നിലവിൽ വരേണ്ട പുരോഗമന ചിന്താഗതിയെ തുരങ്കം വയ്ക്കുന്നതാണ്. കേരളത്തെ പോലെ വിദ്യാഭ്യാസത്തിലും സാമൂഹ്യ ചിന്തയിലും സാമൂഹ്യ മേഖലയിലും മുൻപന്തിയിൽ നിന്ന് അഭിമാനിക്കുന്നവർ ഇത്രയും നാണമോ മാനമോ ഇല്ലാത്ത പ്രവൃത്തികളിൽ മുഴുകുന്നവരെ തന്നെ സ്ഥാനാർത്ഥികളായി തിരഞ്ഞെടുക്കുകയും സംസ്ഥാനത്തെ ഭരണമേൽപ്പിക്കുകയും ചെയ്യുന്നത് വരും തലമുറയ്ക്ക് പോലും പൊറുക്കാനാവാത്ത പ്രവൃത്തിയാണ്. സംസ്ഥാനത്തെ വിവിധ മേഖലയിൽ സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നിവയുടെ നിയന്ത്രണാധികാരികളായി രാഷ്ട്രീയ ഭരണമേഖലയിൽ നിന്നുള്ള ബിനാമികൾ എത്തിപ്പെടുകയും അവർ തങ്ങളുടെ ബന്ധുക്കളെയോ സ്വന്തക്കാരെയോ നിയമിച്ച് സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും ഗുണത്തിലും മേന്മയിലും വീഴ്ച വരുത്തുന്നതിനാൽ അവ സമൂഹത്തിന് ബാധ്യതയായി മാറുന്നു. സമൂഹത്തിലെ മികച്ച വ്യക്തിത്വങ്ങളെ തഴഞ്ഞുകൊണ്ടുള്ള ഇത്തരം ഭാരമേൽപ്പിക്കൽ നമ്മുടെ സമൂഹത്തിലെ നിലവാരമില്ലായ്മ വെളിപ്പെടുത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കേരള സാമ്പത്തിക പ്രതിസന്ധി എന്ന എൻ്റെ 21-ാമത്തെ പേജ് ഇവിടെ അവസാനിക്കുകയാണ്. ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യുക. നന്ദി.